മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണനും മോഹിനിയും ഐസുവിൻ്റെ മുൻപിൽ വളരെ വിഷമത്തോട് കൂടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. സിസ്റ്റർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഇവർ ചോദിച്ചപ്പോൾ ഒന്നും പറയുന്നതും ഇല്ല കേട്ടോ. അതേസമയം മഞ്ജുവും ലേഖയും കൂടി അമ്പലത്തിൽ പോയിട്ട് വരികയാണ് കേട്ടോ. അതാ ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നതാണ് കണ്ണേട്ട, എന്തായി? പ്രസാദം കൊടുക്കുകയാണ് കേട്ടോ. ഒന്നും ആയിട്ടില്ല, ഒരു കുഴപ്പവും ഉണ്ടായില്ല, ഞങ്ങൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറയണം. പക്ഷേ അവിടെ കണ്ട ശകുനം തീരെ മോശമായിരുന്നു. എൻ്റെ ആങ്ങളനെയും അമ്മനെയാണ് കണ്ടത്, ഇവൾക്ക് ഗർഭമുള്ള കാര്യം ഞങ്ങൾ പറയും ചെയ്തു എന്ന് പറയണം കേട്ടോ. പിന്നീട് ഉണ്ണിയോട് ദുർഗ വിളിച്ചിട്ട് പറയണം, മോനെ നീ ഒന്ന് വിളിക്കുക, അവളെ ഒന്ന് വിളിക്കുക എന്ന് പറയണം കേട്ടോ. ഇല്ല ഞാൻ വിളിക്കില്ല, അല്ലെങ്കിൽ നീ ഒന്ന് അങ്ങോട്ടേക്ക് പോ എന്ന് പറയും. ഞാൻ പോവുകയും ചെയ്യില്ല. അവൾ ആദ്യം വിളിച്ച് പറയേണ്ടത് എന്നോടല്ലല്ലോ പറഞ്ഞത്, അവളുടെ സ്വഭാവം തീരെ ശരിയല്ല എന്നിങ്ങനെ പറയണം കേട്ടോ. നിനക്ക് അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അല്ലേ എന്ന് ചോദിക്കണം. ഇല്ല എനിക്ക് പറ്റില്ല എന്ന് പറയണം കേട്ടോ. അതേസമയം പിന്നെ ICUയിൽ പോയിട്ട് ഡോക്ടർ ഇങ്ങോട്ട് പുറത്തേക്ക് വരികയാണ് കേട്ടോ. എന്തായി എന്നിവർ ചോദിക്കുമ്പോൾ ഞാൻ പറയാം എന്ന് പറയണ്. ഇവരാകെ വിഷമത്തോട് കൂടിയിട്ട് ഇരിക്കുമ്പോൾ തന്നെ തോമസ് വൈദ്യർ വരികയാണ് കേട്ടോ. കണ്ണാ നീ പേടിക്കണ്ട എന്ന് പറയണം, ഒന്നും ഉണ്ടാവില്ല, നീ ഒരുപാട് ദൈവങ്ങളെ വിളിക്കുന്നതല്ലേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയണ്. വാ നമുക്ക് ഡോക്ടറോട് പോയി സംസാരിക്കാം എന്ന് പറയണം കേട്ടോ. പിന്നീട് കണ്ണനും തോമസ് വൈദ്യരും കൂടി എലിസബത്ത് ഡോക്ടറെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ പറയണം, ഞങ്ങൾ ഏതായാലും നമ്മുടെ ജീവനെ ഉറപ്പ് പറയുക, പക്ഷേ കുഞ്ഞിൻ്റെ ജീവൻ കിട്ടുമോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല, നമുക്ക് ശ്രമിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കുക, അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ, ഞാൻ അതിനു വേണ്ടി തയ്യാറെടുക്കുകയാണെന്ന് എലിസബത്ത് ഡോക്ടർ പറയണം കേട്ടോ. പിന്നീട് തോമസ് വൈദ്യരും കണ്ണനോട് വന്ന് പറയും, കണ്ണൻ നീ ചെയ്തത് ഏറ്റവും മോശമാണ്, കാരണം കരുണിൻ്റെ സ്വഭാവം നിനക്കറിയാം, പിന്നെയും അവളെ കൊണ്ടുപോയി അവിടെ നിർത്തിയത് പോട്ടെ, നീയും കൂടെ നിൽക്കണമായിരുന്നു, അതും ചെയ്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ആയത്, കുറ്റപ്പെടുത്തുകയാണ് എന്ന് പറയരുത്, പക്ഷേ നമുക്ക് ശ്രമിക്കാം എന്ന് പറയണം കേട്ടോ. വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അവർ ICUവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. പിന്നീട് ദുർഗ കരുണയെ വിളിക്കുകയാണ് കേട്ടോ. കരുണ ഫോൺ കാണുമ്പോൾ തന്നെ പേടിയാവുകയാണ്, ഇത് എന്താ ഇപ്പോൾ വിളിക്കണത്, എല്ലാം അറിഞ്ഞിട്ടുണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് ഫോൺ വിളിക്കുമ്പോൾ ദുർഗ ഭയങ്കര സന്തോഷത്തോടു കൂടി പറയണം, മോളെ ഞാൻ അറിഞ്ഞു എന്ന് പറയണം കേട്ടോ. അപ്പോഴാണ് കരുണയ്ക്ക് ആകെ മൊത്തം ജീവൻ വരികയാണ് കേട്ടോ. കുഞ്ഞിൻ്റെ കാര്യം അറിഞ്ഞു, നീ ഇങ്ങോട്ടേക്ക് വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇല്ല ഞാനിപ്പോൾ വരുന്നില്ല, ഞാൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ, അവരെന്തായി എന്ന് ചോദിക്കും, ഒന്നും ആയിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല, കുഞ്ഞെന്തായാലും ജനിക്കാൻ പാടില്ല മോളെ എന്നിങ്ങനെ പറയണം കേട്ടോ. ഞാനിപ്പോൾ വരുന്നില്ല, വന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാവില്ല, അത് ശരിയാണ് മോളെ, വന്നു കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത് എനിക്കറിയില്ല എന്ന് പറയണം. പിന്നെ കരീണം ഫോൺ വെക്കണം കേട്ടോ. മുത്തശ്ശി വന്ന് ചോദിക്കും, എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ണിയേട്ടൻ്റെ അമ്മ വിളിച്ചതാണ് എന്ന് പറയണം കേട്ടോ. എന്ത് പറഞ്ഞു മോളെ, വല്ലതും അറിഞ്ഞോ ചോദിക്കുകയാണ്. ഇല്ല ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയണം. എനിക്ക് എന്തായാലും ആ കഴിവ് കെട്ടവനെ വേണ്ട, എന്നെ എൻ്റെ കുഞ്ഞിനെ പ്രസവ ചെലവോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും നോക്കാനാ പറ്റില്ല, കഴിവ് കെട്ടവനെ, എനിക്ക് അവനെ വേണ്ട പറയും. അയ്യോ മോളെ അങ്ങനെ പറയരുത് എന്ന് പറയണം കേട്ടോ. അതിനുശേഷം മുത്തശ്ശി പറയുന്നുണ്ട്, നാളെ എന്തായാലും ശരി പേപ്പറിലും അതുപോലെ TV-യിലും എല്ലാം അവരറിയും, ഏതായാലും നിന്നെ ഉപേക്ഷിക്കും അവൻ, അല്ലാതെ സ്വീകരിക്കില്ല എന്നെല്ലാം ഇങ്ങനെ പറയണം കേട്ടോ. അതെല്ലാം കൂടി കേൾക്കുമ്പോൾ കരുണയ്ക്ക് ആകെ മൊത്തം പേടിയാണ്. അതേസമയം ആശുപത്രിയിലെ ഡോക്ടറും സിസ്റ്റർമാരും എല്ലാവരും ഭയങ്കര തന്ത്രപ്പാടിലാണ് കേട്ടോ. അങ്ങനെ സിസേറിയൻ ചെയ്തിട്ട് ഇവരാണെങ്കിൽ പുറത്ത് ഭയങ്കര ടെൻഷനായിട്ടിരിക്കുകയാണ്. അവരുടെ കയ്യിലൊരു കുഞ്ഞിനെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കേട്ടോ. മഹാലക്ഷ്മി അങ്ങനെ ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുക്കുകയാണ് കേട്ടോ. അവർക്ക് ഭയങ്കര സന്തോഷവും കേട്ടോ കുഞ്ഞിനെ കണ്ടിട്ട്. അതുപോലെ ലേഖയ്ക്കും മഞ്ജുവിനും മോഹിനിക്കും കണ്ണനും ഒക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതിനുശേഷം എല്ലാവരും പറയും, ഇതെന്തായാലും നമുക്ക് എല്ലാവർക്കും എല്ലാവരോടും വിളിച്ച് പറയണം എന്നിങ്ങനെ പറയണം കേട്ടോ. ലേഖ അനന്തോനെ വിളിക്കാനും മഞ്ജു സാഗറിനെ വിളിക്കാനും എല്ലാവരും നിൽക്കുകയാണ് കേട്ടോ. അതുപോലെ കണ്ണൻ മാർക്കോയെ വിളിക്കാനാണ് കേട്ടോ. അതേസമയം മാർക്കോയും ആ ദിവ്യശക്തിയുള്ള അമ്മയും കൂടിയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. മാർക്കോയുടെ ഫോൺ വന്നതും തന്നെ അമ്മയ്ക്ക് അറിഞ്ഞു കാര്യങ്ങൾ കേട്ടോ. പിന്നീട് മാർക്കോയോട് പറയുകയാണ്, പ്രസവിച്ച് പെൺകുഞ്ഞാണ് എന്ന്. ആ അമ്മയോട് മാർക്കോ പറയുകയാണ്, പ്രസവിച്ചില്ലേ എന്ന് ചോദിക്കും. ആ പ്രസവിച്ചു എന്ന് പറയും. നമ്മൾ പ്രാർത്ഥിച്ചില്ല, നീ ഏതായാലും ഇത്രയും നേരം നിന്ന് പ്രാർത്ഥിക്കുന്നത് ആദ്യമായിട്ടാണ് എന്ന് പറയും. ഞാൻ മഹാലക്ഷ്മിക്ക് വേണ്ടിയിട്ടാണ് അമ്മയെ ഞാൻ പ്രാർത്ഥിച്ചത് എന്ന് പറയാണ്. ഇനി ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുകയോ ചോദിക്കുക, ആ കുഞ്ഞ് വെറും കുഞ്ഞല്ല, അതൊരു അത്ഭുത ശിശുവാണ്, അതിനൊന്നും സംഭവിക്കില്ല എന്ന് അമ്മ പറയണം കേട്ടോ. അന്ന് ആ വിഷം കൊടുത്തത് ആ കുഞ്ഞിൻ്റെ മേലെ ഒരു മറുകുണ്ട്, അതുണ്ടാവുമല്ലോ എന്ന് പറയും. അമ്മ പറഞ്ഞത് അത് കറക്റ്റായിരിക്കുമല്ലോ എന്ന് മാർക്കോയും പറയണം കേട്ടോ. പിന്നീട് ഇവിടെയാണെങ്കിൽ മുത്തശ്ശി ഒരേ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ആ കുഞ്ഞുണ്ടാവരുതേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ്. കരുണയോടും കൂടെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കാൻ പറയുകയാണ് കേട്ടോ. അതിനുശേഷം
കണ്ണനോട് പറയണ് ആശുപത്രിയിൽ മതി നിന്നത്, ഇനി വീട്ടിലേക്ക് പോയി അവരെയൊക്കെ വിവരം അറിയിക്കുക എന്ന് പറയണം കേട്ടോ. ലേഖ പറയുന്നുണ്ട്, ഇനി ഈ കുഞ്ഞിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയോ കുഞ്ഞിനെ അവരെന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ലേഖ എന്തായാലും വിട്ടു തരില്ലല്ലോ ചോദിക്കും. ഇല്ല, ഞാൻ വിട്ടു തരില്ല എന്ന് പറയണം കേട്ടോ. പിന്നീട് കണ്ണ വീട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ണിയും ദുർഗയും കൂടി അവിടെ നിന്ന് സംസാരിക്കണം. ആ കുഞ്ഞ് എന്തായാലും ഇല്ലാതിരുന്ന ആയാൽ മതിയായിരുന്നു, എന്താണ് അവ പ്രശ്നം എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ആശുപത്രിയിലത്തെ കാര്യം എന്തായി എന്ന്, മോനെ നീ പോയോ എന്ന് ചോദിക്കുകയാണ്. അവളെ വിളിച്ചോ എന്ന് ചോദിക്കില്ല, ഞാൻ വിളിച്ചില്ല എന്ന് പറയുകയാണ്. നിനക്ക് വിളിക്കാൻ മടിയായിരിക്കും, അതുകൊണ്ടാണ് ഇല്ലേ എന്ന് പറഞ്ഞവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ണൻ അങ്ങോട്ടേക്ക് വരിക കേട്ടോ. കണ്ണനെ കണ്ടതും തന്നെ വേഗം ദുർഗ എന്തായി മോനെ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. എന്തായി, മഹാലക്ഷ്മി ഒരു അമ്മയായി, ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തു എന്ന് പറയുമ്പോൾ അവരുടെ മുഖം അങ്ങനെ എന്തോ പോലെ വീണ് കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ സന്തോഷം വരുത്തുകയാണ്. ആണോ എന്ന് ചോദിക്കും. എന്തായാലും പ്രതാപനെ വാമദേവനെ എന്തിനാ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, കരുണയല്ലേ തള്ളിയിട്ടത്, പിന്നെ എന്താ ചെയ്തിരിക്കുന്നത് ചോദിക്കുക. അവരെന്തിനാ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, നീ അങ്ങോട്ടേക്ക് പോയില്ലടാ ചോദിക്കും. ഞാൻ പോയി ചോദിച്ചു. പിന്നെ എന്താണ് അവളെ കൊണ്ടുവരാൻ, ഇനി ഇങ്ങോട്ടേക്ക് അവളെ കൊണ്ടുവരരുത് പറയട്ടോ. ഞാൻ എന്തായാലും കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടില്ല പറയാം. നിനക്ക് പറ്റില്ല, കാരണം ഇനി ഒരുപാട് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. അവർ എന്താ ചെയ്തിരിക്കുന്നുള്ളത് നിങ്ങൾ വഴിയെ അറിയും എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ ഉണ്ണിക്കും ദുർഗയ്ക്കും ഭയങ്കര ഡൗട്ടാണ്. എന്തോ പ്രശ്നമുണ്ടല്ലോ, അതുകൊണ്ടാണ് അവളിങ്ങനെ പണിയെടുപ്പിച്ചതും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയണം കേട്ടോ. ഇതെന്താണ് കാര്യം എന്നുള്ളത്. അതേസമയം ദുർഗ ഫോൺ ചെയ്യണം കേട്ടോ. സീമന്തിനിക്ക് ഫോൺ ചെയ്യുമ്പോൾ ഫോൺ എടുക്കില്ല. ആകെ മൊത്തം എന്തോ കുഴപ്പമുണ്ട്, നമ്മളറിയാത്ത, ബാക്കി എല്ലാവർക്കും അറിയാം എന്ന് കണ്ണനും അവരും പറയണം കേട്ടോ. അതേസമയം കരുണയും മുത്തശ്ശി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഒരിക്കലും കുഞ്ഞുണ്ടാവരുതേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ്. കരുണയും മുത്തശ്ശിയും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും മോഹിനി അങ്ങോട്ടേക്ക് വരിക കേട്ടോ. മോഹിനിയെ കണ്ടതും ഇവർ ചോദിക്കുകയാണ്, എന്തായി ആശുപത്രിയിലെ കേസ്, എന്തായി മഹാലക്ഷ്മിയുടെ കാര്യം എന്തായി ചോദിക്കുമ്പോൾ മോഹിനി പറയും, മഹാലക്ഷ്മി പ്രസവിച്ച ഒരു പെൺകുഞ്ഞാണ് എന്ന് പറയും കേട്ടോ. അത് കേട്ടതും തന്നെ മുത്തശ്ശിക്കും കരുണയ്ക്കും ആകെ ഒരുതരം സന്തോഷമല്ല വരിക, സങ്കടമാണ് വരിക കേട്ടോ. അതിനുശേഷം മുത്തശ്ശി ചോദിക്കും, കരുണയുടെ കാര്യം എന്തെങ്കിലും പറഞ്ഞോ കണ്ണൻ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, കണ്ണനൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ശരി, നീയൊന്ന് കരഞ്ഞ് കാല് പിടിക്കുക കണ്ണൻ്റെ, നീ പറഞ്ഞാൽ കേൾക്കും, കരുണ മോളെ ജയിലിലേക്ക് കൊണ്ടുപോകണ്ട എന്ന് പറയും. ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല, അവൾ ചെയ്തതല്ലേ, അതിൻ്റെ ശിക്ഷ അവൾ അനുഭവിക്കണം എന്ന് പറയണം മോഹിനി കേട്ടോ. അതിനുശേഷം കരുണയും മുത്തശ്ശിയും കൂടി പറയണം, നമ്മൾ വിളിക്കുന്ന ദൈവങ്ങളൊന്നുമില്ല, ഇനി മേലിൽ ദൈവങ്ങളെ വിളിക്കാനും പാടില്ല എന്നിങ്ങനെ അവർ പറയണം. ഇവരെന്തൊക്കെയോ നമ്മളിൽ നിന്നും മറച്ചു പിടിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയണം. കണ്ണൻ പറയും, എന്തായാലും നിങ്ങൾ കാര്യങ്ങളെല്ലാം അറിയാം എന്ന് പറയണ്ടേ, എന്തോ സംശയം പറയണം. അപ്പോൾ ഇവർ രണ്ടുപേരും ഭയങ്കര സംശയത്തോടു കൂടിയിട്ട് ഉണ്ണിയും ദുർഗയും കൂടി